നമസ്കാരം. ഈ പുതിയ തലമുറ ഒരുപാട് മികച്ച സിനിമകൾ കൊണ്ടുവരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തലവര എന്ന സിനിമ. ഇക്കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത തലവര എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഖിൽ അനിൽ എന്ന സംവിധായകനാണ്. നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. ഇതിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത് അർജുൻ അശോകൻ. ഈ അർജുൻ അശോകനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ മർമ്മം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു നായക നടനാണ് അർജുൻ അശോകൻ. തലവര എന്ന സിനിമ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഈ നടൻ തന്നെയാണ്. തലവര എന്ന സിനിമയിൽ അർജുൻ അശോക് അവതരിപ്പിക്കുന്ന കഥാപാത്രം മുഖത്ത് പാണ്ടുള്ള ജ്യോതിഷ് പാണ്ഡ, എടാ പാണ്ഡെ എന്ന് വിളിക്കുന്ന ഒരു സാധാരണ കഥാപാത്രം. സാധാരണയിൽ നിന്നും താഴെയുള്ള ജീവിത നിലവാരമുള്ള കോളനികളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതകഥയാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ യുക്തിഭദ്രമായി സംവിധാനം ചെയ്തിരിക്കുന്നു. അതുമല്ല, ഇത്തരം ഒരു സബ്ജക്റ്റ് ഇപ്പോഴത്തെ വളരെ യുവനിരകളിൽ ശ്രദ്ധേയനായ ഒരു നടൻ, യുവ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നടൻ, അദ്ദേഹം മുഖത്ത് രൂപവ്യത്യാസം വരുത്തി അല്ലെങ്കിൽ മുഖത്ത് പാണ്ടോടുകൂടി, ദേഹമാസകലം പാണ്ടോടുകൂടി ഒരു പ്രണയത്തിനും വേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കഥാപാത്രത്തെ ഏറ്റെടുത്ത് അവതരിപ്പിക്കുകയാണ്. അത് കണ്ട പ്രേക്ഷകർക്കൊക്കെ അത്ഭുതവും ആവേശവും വളരെ പ്രിയങ്കരമായി തോന്നുകയും ചെയ്തു. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഓണത്തിൻ്റെ തിരക്കിൽ കേരളത്തിൽ ഈ ഓണത്തിന് വരുന്ന സിനിമകൾ ചാർട്ട് ചെയ്തിരിക്കുന്നതിന് തൊട്ട് മുൻപാണ്, അതായത് ഓണത്തിനും 7 ദിവസം മുമ്പാണ് ഈ സിനിമ തിയേറ്ററിൽ വരുന്നത്. കേരളത്തിലെ പ്രമുഖ ഡിസ്ട്രിബ്യൂഷൻ നിർമ്മാണ കമ്പനിയായ സെൻട്രൽ പിക്ചേഴ്സാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മഹേഷ് നാരായണനെ പോലെയുള്ള പ്രതിഭകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര ആ സബ്ജക്റ്റിൻ്റെ കാമ്പും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആ നടൻ്റെ പെർഫോമൻസും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു സ്പേസ് കിട്ടാതെ പോയാൽ അത് വളരെ ദുഃഖമാണ്. കാരണം അർജുൻ അശോകൻ്റെ പെർഫോമൻസ് കണ്ടാൽ കണ്ണു നിറയാത്തവരില്ല. അതായത് സ്വയം കോംപ്ലക്സ് ഉള്ള അല്ലെങ്കിൽ ഒരു പിന്തള്ളപ്പെടുന്ന ഒരാളിൻ്റെ മനോനിലകൾ വളരെ ഭംഗിയായി ഈ നടൻ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കുക. അർജുൻ അശോക് ഇതിനു മുമ്പും നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിന് തൊട്ടു മുമ്പ് റിലീസ് ചെയ്ത സുമതി വളവ് എന്ന സിനിമയിൽ ഒരു ഭീരുവായ നായകനെ അവതരിപ്പിച്ചിരിക്കുന്നു. അതൊരു ഹൊറർ സിനിമയാണ്. അതും വളരെ നമുക്ക് ഈ നടനെ കുറിച്ചുള്ളൊരു ബഹുമാനം, അതായത് യുവനിരയിൽ ശ്രദ്ധേയരായ ഒരുപാട് നടന്മാർ, താരങ്ങൾ ആയി വരുന്നുണ്ട്, പൃഥ്വിരാജ് തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ. അപ്പം ഇത്തരം നടന്മാർ ഈ അഭിനയത്തിന് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത് വളരെ വളരെ അപൂർവമാണ്. അതും ഇത്തരം മമ്മൂട്ടിയെ പോലെ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ 1-2 കഥാപാത്രങ്ങളാണ് മുഖത്ത് അല്ലെങ്കിൽ മുഖം കുറച്ച് ഡള്ളാക്കി പോലും അഭിനയിച്ചിട്ടുള്ളത്. മൃഗയായാലും അമരത്തിലും ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പം ഇതങ്ങനെയല്ല. മുഖത്ത് അതിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്ന ഭാഗത്ത് വെള്ളപ്പാണ്ട് പിടിച്ച ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹം അഭിനയിക്കുകയാണ്. അത് വളരെ ചാരുതയോട് ചെയ്തിരിക്കുന്നു. ഇത് പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഈ നടന് പുരസ്കാരങ്ങൾ കാത്തുകിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊരു പ്രൊഫഷണൽ നാടകത്തിൽ നിന്ന് ഉത്തേജനം കൊണ്ടതാണ് ഇതിൻ്റെ തിരക്കഥ. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. അപ്പം മലയാളത്തിലെ യുവനിരയിൽ ബഹുമിടുക്കന്മാരുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഈ തലവര എന്നുള്ള സിനിമ. അർജുൻ അശോകൻ്റെ പിതാവായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ നടൻ അശോകനാണ്, കണ്ണപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷനും വളരെ വളരെ രസകരമാണ്. അതായത് ഒരു വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബത്തിൽ ഈ അഭിനയ ഭ്രാന്ത് പിടിച്ച നമ്മൾ പ്രൊഫഷണൽ നാടക രംഗത്തെ നടന്മാരെ കണ്ടിട്ടില്ലേ? നാടക അഭിനയം ഭ്രാന്ത് പിടിച്ചിട്ട് ആ അഭിനയം ജീവിതത്തിലേക്ക് കലരും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. അങ്ങനെ ആ അഭിനയ ഭ്രാന്ത് സ്വന്തം ജീവിതത്തിലേക്ക് കലർന്നു പോയ ഒരു ക്യാരക്ടറാണ് ഈ കണ്ണപ്പൻ എന്ന
അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ അശോകൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അശോകൻ ഒക്കെ പി എ ബക്കറിൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ സിനിമയിലൂടെ വന്ന് വളരെ മികവ് തെളിയിച്ചിട്ടുള്ള ഈ നടൻ അദ്ദേഹത്തിൻ്റെ ഈ 60കളിൽ അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസ് വളരെ അതിഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ മലയാളി പ്രേക്ഷകർ കാണാതെ പോകുന്നത് ദുഃഖമാണ്. അതും സെൻട്രൽ പിക്ചേഴ്സിനെ പോലെയുള്ള വലിയ കമ്പനികൾ ഇത്തരം സിനിമകൾ കൊണ്ടുവരുമ്പോൾ അതിനൊരു സ്പേസ് കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ വേണം. ഓണക്കാലത്ത് വലിയ ചിത്രങ്ങൾ ഇങ്ങനെ വന്ന് തള്ളിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കൊണ്ടുവന്ന് ഇത്തരം സിനിമകളെ കൊല്ലരുത്. ഈ സിനിമ യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ തലവര മാറ്റേണ്ടുന്ന ഒരു സിനിമയാണ്. ഇതിലെ ഈ അഭിനയം, അർജുൻ അശോകന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് പുതിയ യുവനിരയിലുള്ള താരങ്ങളും അതുപോലെ തന്നെ മുൻനിര താരങ്ങളും മാതൃകയാക്കേണ്ട തരത്തിലുള്ള അത് കാരണം ഈ അർജുൻ അശോകന്റെ പിതാവ് ഹരിശ്രീ അശോകൻ മലയാള സിനിമയിൽ എത്തുന്നതിന് മുൻപ് മിമിക്രിയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം കൊച്ചിൻ നാടകവേദിയിലെ പ്രമുഖ നടനായ കുയിലനോടൊപ്പം ഈ മച്ചാൻ വർഗീസും ഹരിശ്രീ അശോകനും അഭിനയിച്ച് ആ കളരിയിൽ പഠിച്ചു വന്നതാണ്. അപ്പൊ ആ പൈതൃകം പേറുന്ന ആളാണ് ഈ അശോകന്റെ മകനായ അർജുൻ അശോകൻ. അപ്പൊ അഭിനയത്തോടുള്ള ആ തീഷ്ണമായ അല്ലെ തീവ്രമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ അതൊക്കെ ഈ ഇത്തരം കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി തോന്നുന്നു. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിനെ അംഗീകാരങ്ങൾ അതിനുവേണ്ടി അത് കാത്തു നിൽക്കുന്നു. അത്തരം കഥാപാത്രങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.